സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. കാണം വിറ്റും ഓണം ഉണ്ണുക എന്നതാണ് മലയാളിയുടെ രീതി. അതിനി ഏത് നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. പ്രവാസ ലോകത്താണെങ്കിലും ഓണവും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പൂക്കളവും ഓണസദ്യയുമാണ് ഏതൊരു മലയാളികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക. കടൽ കടന്ന് അന്യനാട്ടിലെത്തിയാലും ഓണത്തിന് സദ്യ ഒരുക്കുന്നവരാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് നാട്ടിൽ നിന്ന് എത്തുകയും ചെയ്യും. ഓണമായാൽ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലെ സുരഭി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കമ്പനിയിലും തിരക്കാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് കണ്ണൂർ കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ഷിപ്മെന്റ് ഉണ്ട്. അത് ഷാർജ, ദുബായ് എന്നുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മൾ അയക്കുന്നത്. വിദേശത്തേക്കുള്ള പഴം, പച്ചക്കറി തുടങ്ങി വാഴയില വരെ ഇവിടെ നിന്നാണ് കയറ്റി അയക്കുന്നത്. കൊച്ചി, കണ്ണൂർ, കാലിക്കറ്റ് എയർപോർട്ടുകളിലേക്കാണ് ഇവിടെ നിന്ന് ഓണസദ്യക്കുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. പച്ചക്കറി ഐറ്റംസ് ആണ് ഇവിടെ നിന്ന് പോകുന്നത്. അത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് കുവൈത്തിലേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഷാർജ, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം പോകുന്നത്. പിന്നെ വേറെ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, ഫ്രഷ് ഐറ്റംസുള്ള പച്ചക്കറികൾ അധികം നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കയറ്റുമതികളാണ് അധികം ഉള്ളത്. നല്ല ഫ്രഷ് ഐറ്റംസ്. വേറെ ഇപ്പോൾ നമുക്ക് ഇപ്പം ഓണായിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പഴവർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ തന്നെ അധികം പോകുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരമായിട്ട് പോകുന്നതിൽ കുറച്ചുകൂടി അധികം പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് സ്ഥിരമായിട്ട് നമുക്ക് ഡെയിലി ലോഡുണ്ട്. ഡെയിലി കൊച്ചിക്ക് ലോഡ് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇടയില്ലെങ്കിലും ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് കണ്ണൂർ കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ഷിപ്മെന്റ് ഉണ്ട്. അത് ഷാർജ, ദുബായ് എന്നുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മൾ അയക്കുന്നത്. വേറെ പിന്നെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വേറെ ഇത് തന്നെയാണ്. നമ്മൾ മെയിനായിട്ട് പോകുന്നത് കുവൈത്ത് ആണ്. മെയിൻ നമ്മുടെ പ്രോപ്പർ ഏരിയ എന്ന് പറഞ്ഞാൽ കുവൈത്താണ് മെയിനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ ഐറ്റംസ് പറഞ്ഞാൽ നല്ല ഗുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രഷ് ആയിരിക്കും നമ്മൾ ഇവിടുന്ന ഐറ്റംസ്. നല്ല ഫ്രഷ് ഐറ്റംസിലാണ് അത് അധികം നമ്മൾ കിട്ടുന്നത്. നല്ല പ്രോപ്പർ നാടൻ ഐറ്റംസ് ആണ് അധികം വരുന്നത്. പിന്നെ നമ്മളെ വണ്ടി തന്നെ പോയിട്ട് കൊണ്ടുവരുന്നതാണ് സാധനം ഐറ്റംസ്. നമ്മുടെ ലോക്കൽ പർച്ചേസിങ് കുറവാണ്. നമ്മളെ വണ്ടികൾ തന്നെ പോയിട്ട് സാധനം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. ഈ ഓണാഘോഷ നേരത്തൊക്കെ ലോകത്ത് 200 രാജ്യങ്ങളുണ്ട്. 200 രാജ്യത്തും മലയാളികൾ, ലോകത്ത് എവിടെയുള്ളവരാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഓണം കേരളീയരുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ലോക മലയാളികൾ എവിടെയും ഈ ഒരു ഓണാഘോഷം നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ തന്നെ നടത്തപ്പെടുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ നിന്ന് വാഴയില പോലെയുള്ള, പൂക്കൾ പോലുള്ള, പച്ചക്കറി പോലത്തെ പല ഉൽപ്പന്നങ്ങളും വിദേശത്തേക്ക് വലിയ രീതിയിൽ കടത്തി പോകുന്നുണ്ട്. തെറ്റില്ലാത്ത രീതിയിൽ ഈ സമയത്ത് വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. പരമാവധി നാടൻ പച്ചക്കറിയും പഴങ്ങളുമാണ് ഇവർ ശേഖരിക്കുന്നത്. അതിനാൽ തന്നെ വിദേശത്ത് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.